ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി മീഷോ ഹോളാണ്. അതായത് ഞാൻ കുറച്ച് കുർത്ത സെറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡെയിലി വിയറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുർത്ത സെറ്റ്സ് ആണ്. നമ്മുടെ ആംഗിൾ ലെങ്ത് വരെ വരുന്ന കുർത്താണ്, മാക്സി കുർത്താസ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നൊന്നായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതുപോലൊരു പിങ്ക് ഡിസൈനർ കുർത്തിയാണ് കേട്ടോ. കുറച്ച് എത്നിക് മോട്ടീവ്സും കാര്യങ്ങളൊക്കെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ്. നമുക്ക് ഡെയിലി വിയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. 3/4 സ്ലീവ് ആണ്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ടൈം ഇട്ട സമയത്ത് അതിങ്ങനെ കയറി കൊള്ളുന്ന പോലെ എനിക്കൊരു ചെറിയ ഡിസ്കംഫർട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് അങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കോളൂ കേട്ടോ. നല്ലൊരു കളറാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇടാനായിട്ട്. നമുക്ക് ഡെയിലി വിയറിനൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു നല്ലൊരു എന്താ പറയുക, ഒരു അഫോർഡബിൾ റേറ്റ് ആണ്. ഒരു 277 സംതിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. നമുക്ക് ഇത് ഞാനിത് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കുറച്ചൊന്ന് ക്രഷായി പോകുന്നേ ഉള്ളൂ, നമുക്ക് അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ സെക്കൻഡ് നമ്മുടെ കുർത്തി വന്നിട്ട് ഒരു ഗ്രേപ്പ് കളറിലുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയലിൻ്റെ ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലായിട്ടും ഒരു ലോങ് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ സ്ലിറ്റ് വരുന്നിടം തൊട്ട് കുറച്ച് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ ഭാഗം വരെ മാത്രമേ നമുക്ക് ലൈനിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാൻറ്റ് അല്ലെങ്കിൽ ബോട്ടം ഇടുമ്പോൾ കുറച്ചൊന്ന് നമ്മുടെ ബെല്ലി ലെവലിലും മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഇടാം കേട്ടോ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളി കളറിൽ വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക് ആണ്. ലോങ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസാണ്. നല്ല നെക്കുമാണ്. ഒരു ഹൈ നെക്ക് വന്നിട്ട് ഒരു നോച്ച് ടൈപ്പിലുള്ള ഒരു നെക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി ഡെയിലി വിയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണേ. അപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്താസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ബയോയിലുള്ള ലിങ്ക് ട്രീയിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ കുർത്തി വന്നിട്ട് ഇതുപോലെ ഒരു ബേബി പിങ്ക് കളറിൽ വരുന്ന റയോൺ ഫാബ്രിക്കിലുള്ള ഒരു കുർത്തിയാണ്. ഒരു കാഫ് ലെങ്തിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. നല്ലൊരു വൈറ്റ് ത്രെഡ് വർക്ക് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. 3/4 സ്ലീവാണുള്ളത്. ബാക്കിൽ ഇതുപോലെ ടൈ ചെയ്യാനും പറ്റും. അപ്പോൾ കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കെട്ടുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഷേപ്പ് നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാൻ എടുത്തത് ഒരു മീഡിയം സൈസാണ്. അതുപോലെ നല്ലൊരു റൗണ്ട് നെക്കാണ്. ഒരു ഹൈ നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടിയെന്നുണ്ട്. ഒത്തിരിയൊന്നും അല്ല, ഒരു 300 ആ ഒരു സംതിങ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു അനാർക്കലി മോഡൽ ഒരു ഡ്രസ്സാണ്. ഒരു ബേബി പിങ്ക് കളറാണ്. നമ്മൾ ആ ഒരു ബോട്ടം ഭാഗത്ത് വന്നിട്ടും നല്ല എംബ്രോയ്ഡറി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പീസാണ് കേട്ടോ. നിങ്ങൾ ഉടനെ തന്നെ വാങ്ങിക്കോളൂ. പ്രൈസ് അല്ലെങ്കിൽ കൂടി വരുന്നുണ്ട്. ഇനി ഇതേ ഞാൻ കാണിക്കുന്ന ഒരു ബോട്ടമാണ്. ഇത് വന്നിട്ട് ഒരു ലൈക്ര കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. വൈറ്റ് ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു കാഷ്വൽ വെയർ ആയിട്ടുള്ള നല്ലൊരു ബോട്ടമാണ് കേട്ടോ. നമുക്കൊരു വൈറ്റ് ഒരു പാൻറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നമ്മളെ കുർത്താസിൻ്റെ കൂടെ മാച്ചായി പോകും കേട്ടോ. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് XL ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഒരു തൈസിൻ്റെ ഭാഗത്തൊക്കെ നല്ല ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു സൈസ് കുറവുള്ളത് വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് ബോട്ടം നിങ്ങൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി എത്നിക് വിയേഴ്സ് ആയിട്ടുള്ള കുർത്താസിൻ്റെ കൂടെ നമുക്ക് ഒരു വൈറ്റ് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു ആംഗിൾ ആ ഒരു ലെവലിൽ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കുട്ടി മീഷോ ഹോള്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ച എല്ലാ കുർത്താസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഡെയിലി വെയർ എത്നിക് കുർത്താസാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചാനൽ ബയോയിലുള്ള ലിങ്ക് ട്രീയിലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബായ്. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ.